ചില അനുഭവങ്ങൾ കാത്തിരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകേകുന്നത് പോലെയാണ്. അങ്ങനെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് ഗവൺമെന്റ് പ്രാപ്പോയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീദേവ് ഗോവിന്ദ്. നമുക്കിന്ന് ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ ശ്രീദേവിന്റെ സന്തോഷവും ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ISROയിൽ എത്തിയ ആ ഒരു സന്തോഷം പങ്കുവെക്കാം. ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട്. സെലക്ഷൻ കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പേസിൽ തന്നെ അദ്ദേഹം ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അദ്ദേഹം ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം ബഹിരാകാശത്ത് തന്നെയാണ് ഞങ്ങൾ സമ്മതിക്കുക എന്ന് വാർത്തയിൽ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീദേവ് ഗോവിന്ദ് സ്വന്തമാക്കിയിരിക്കുന്നത് ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പോലെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് ബഹിരാകാശത്തെത്തിയ ഭാരതീയനായ ശുഭാംശു ശുക്ലയുമായി സംവദിക്കുക എന്ന അത്ഭുത നേട്ടം ശ്രീദേവിനും വിശ്വസിക്കാനാവാത്ത സ്വപ്നം തന്നെ. കൂടപ്പുറം സ്വദേശിയായ ശ്രീദേവ് ചെറുപുഴ ജാനകി മെമ്മോറിയൽ UP സ്കൂളിലെ അധ്യാപകനായ പ്രഭാകരന്റെയും പ്രാപ്പോയിൽ സ്കൂൾ അധ്യാപികയായ നമ്മുടെ പ്രാപ്പോയിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തുടക്കം തന്നെ വളരെ സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് നമ്മുടെ ശ്രീദേവ് ഗോവിന്ദിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സ്പേസിലുള്ള ശുഭാംശു ശുക്ലയുമായി സംസാരിക്കാൻ ഒരവസരം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഈ ചെറുപുഴ പഞ്ചായത്തിലും പ്രാപ്പോയിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷിക്കാനുള്ള നിമിഷം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ സന്തോഷം അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രീദേവിനെ കുറിച്ച് പറയുമ്പോൾ 9ാം ക്ലാസ് കുട്ടിയാണ്. ഒരുപാട് ഭാവി അവനുണ്ട്. നല്ല മിടുക്കനായ കുട്ടിയാണ്. പഠിത്തത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും അക്കാദമികേതര കാര്യങ്ങളിലെല്ലാം കുട്ടി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ലൊരു ഭാവി കുട്ടിക്കുണ്ട്. ഗിഫ്റ്റഡ് ഒരു ചൈൽഡ് കൂടിയാണ് ഈ ശ്രീദേവ് ഗോവിന്ദ്. അപ്പോൾ നമ്മൾ വേണ്ട പ്രശംസയും അഭിനന്ദനങ്ങളെല്ലാം കുട്ടിക്ക് കൊടുത്തു വരികയാണ്. ഈ ശ്രീദേവിലൂടെ നമ്മളെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു വലിയ പ്രചോദനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ഇത് അപ്ലൈ ചെയ്തത്? ഇതിലേക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവര് ഒന്ന് USSലേക്കുള്ള ഗിഫ്റ്റഡ് ചൈൽഡ്, അതായത് USS പരീക്ഷയിൽ 90 മാർക്കിന് മേലെ മുകളിലുള്ള ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 40 കുട്ടികളിൽ നിന്ന് അതിൽ സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരെടുക്കും. അതല്ലാണ്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്പയർ അവാർഡാണ്. അപ്പൊ ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ഓരോ ജില്ലയിൽ നിന്നും 8 കുട്ടികൾ വീതം മൊത്തം പിന്നെ ഒരു തിരുവനന്തപുരം അവരെ സെൻട്രൽ കേന്ദ്ര സർക്കാരിന്റെ സ്കൂളിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ കൂടിയിട്ട് മൊത്തം ഒരു 140 കുട്ടികളായിരുന്നു അവിടെ. ഇതെങ്ങനെ സ്കൂളിൽ നിന്നാണോ അപ്ലൈ ചെയ്തത് അതോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഡയറക്റ്റ് സെലക്ട് ചെയ്തു? അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് ആരാ ആദ്യം പറഞ്ഞത്? എങ്ങനെ കണ്ടുപിടിച്ചത്? അത് ഞങ്ങള് GCP, അതായത് ഗിഫ്റ്റഡ് ചൈൽഡ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ശ്രീദേവി ഇതിനു മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് ഹരിത വിദ്യാലയത്തിന്റെ ഭാഗമായിട്ട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അവിടെ എത്തിയ അനുഭവം എങ്ങനെയായിരുന്നു? ISRO കണ്ട എല്ലാവരുടെയും ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന അധികം ആളുടെയും ഒരു വലിയ മോഹം അല്ലെങ്കിൽ വലിയ സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ISRO ആണ്. അപ്പം നമുക്കിപ്പോ അവിടെ കയറാൻ തന്നെ നമുക്കിപ്പോ മിലിറ്ററിയിൽ തന്നെ വലിയ സെക്യൂരിറ്റി, ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ അതിന്റെ ഓരോ പ്രൊസീജിയർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. അപ്പൊ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കയറാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. BSSന്റെ അകത്ത് അതിന്റെ അകത്ത് അവരെ കുറെ സീനിയർ സയന്റിസ്റ്റ് വെച്ച് സംവദിക്കാൻ കഴിയുന്നു. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. അപ്പോൾ കുറെ അറിവുകൾ നേടാൻ പറ്റും. അറിവുകളൊക്കെ ബാക്കിയോടെ ഷെയർ ചെയ്യും. അപ്പോ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി. അപ്പോ അതില് സ്പേസ് മ്യൂസിയം കണ്ടതും റോക്കറ്റ് ലോഞ്ചിങ്, അവരെ സൗണ്ട് സാറ്റലൈറ്റ്, വെതർ പഠനത്തിന്റെ സാറ്റലൈറ്റ് ഒക്കെ. ഇപ്പൊ നമ്മളെല്ലാരും പത്രത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞല്ലോ ശുഭാംശു ശുക്ല പോവുകയാണെന്നുള്ളത്. അപ്പൊ ആ ഒരു വാർത്ത ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്തായിരുന്നു? ഭയങ്കര അഭിമാനമായിട്ടുണ്ടായത്. കാരണം ഇപ്പൊ ഇന്ത്യയിലെ അത്രയും 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ബഹിരാകാശത്ത് എത്തുമ്പോ ഭയങ്കര ഒരു അഭിമാനം. അപ്പോ ആ സമയത്ത് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ജീവിതം ഭയങ്കര ടഫാണ്. കാരണം മൈക്രോഗ്രാവിറ്റിയിൽ ജീവിക്കണ്ടേ.
അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതപ്പോ അവിടെ പോയി അദ്ദേഹത്തോട് സമ്മതിക്കാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയപ്പോ ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു? ചോദിച്ചെന്താ വെച്ചാല് അദ്ദേഹത്തിന് മൈക്രോഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇപ്പം മസിൽസിനും പേശികൾക്കും ബോൺസിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നേരിട്ടായിരുന്നോ അതോ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമോ? ചോദ്യങ്ങൾ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും, ഇപ്പൊ 140 കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ സമയം ഭയങ്കര പ്രഷ്യസ് ആയെന്ന് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളെ ചോദ്യങ്ങൾ തന്നെ എഴുതി കൊടുത്തിട്ട് അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള അദ്ദേഹത്തോട് സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചോദ്യം. കണ്ണൂരിൽ നിന്ന് എത്ര കുട്ടികളുണ്ടായിരുന്നു? ഞങ്ങൾ 8 കുട്ടികൾ. 8 കുട്ടികൾ. ഇവിടുന്ന് എങ്ങനെയായിരുന്നു പോയതൊക്കെ? ട്രെയിനിൽ പോയിട്ട്. ട്രെയിന്. കൂടെ ആരാ വന്നത്? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും. അപ്പം അറിയാം ഇങ്ങനെ ശ്രീദേവി ചെറുപ്പം മുതലേ ശാസ്ത്രത്തോട് ഇങ്ങനെ താല്പര്യം കാണിക്കുമ്പോൾ അതിനൊക്കെ പിന്നിലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, അതാരാ? അത് എന്റെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും, എന്റെ ഏട്ടൻ, പിന്നെ ഇപ്പൊ ഞാൻ ഓരോ സ്കൂളിൽ പഠിക്കുന്ന, ഇപ്പൊ JMUP പഠിച്ചു, ഇപ്പൊ THS പ്രാപ്പോയില്, അപ്പൊ അവിടുത്തെ അധ്യാപകർ, എന്റെ കൂട്ടുകാർ, അപ്പൊ അവരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതായിട്ട് സംബന്ധിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ ഭയങ്കര താല്പര്യം. ഇനിയിപ്പം എന്താണ് ഭാവി പ്ലാൻ? ഭാവിയിൽ ഇപ്പൊ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പീരീഡ്, ചിലപ്പോ ഓരോ സമയം ഓരോന്നും. ശരിയാണ്, ഇല്ലല്ലോ നമ്മൾക്ക് ഇനിയും ആ ഒരു മനസ്സിൽ തോന്നുന്നു. എന്നാലും നിലവിൽ ഇപ്പൊ ലാസ്റ്റത്തെ പ്ലാൻ എന്ന് പറയാൻ എനിക്ക് പൈലറ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. നടക്കട്ടെ. ഈ ശാസ്ത്ര മേഖലയോട് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്? ശാസ്ത്ര മേഖലയിലൂടെ എനിക്കിപ്പം നമ്മളിപ്പം എന്ത് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ കണ്ടാലും അതിന്റെ പുറകിൽ സയൻസ് ഉണ്ടാവും. ഇപ്പം എന്ത് കാര്യം കണ്ടാലും അതിന്റെ പുറകിൽ അത് നടക്കാനില്ല കാരണം, ഇപ്പൊ മഴവിൽ ഉണ്ടാവാനില്ല കാരണം, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിക്കാൻ. അപ്പൊ എപ്പോ മനസ്സിൽ വൈകിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ഇങ്ങനെ താല്പര്യപ്പെട്ടു ആ ഒരു അന്വേഷണത്തോടെയുണ്ടായി. ഈ അന്വേഷണത്തിന് പോകുമ്പോ ഏതൊക്കെ മേഖലകളിലാണ് സഹായകമായിട്ട്? അതായത് പുസ്തകങ്ങളാണോ? ഇപ്പൊ യൂട്യൂബിലൊക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് കൺമുന്നിൽ തന്നെ കണ്ടെല്ലാം ചെയ്യാം. അങ്ങനെ ഏത് മാധ്യമമാണ്? എല്ലാ മാധ്യമവും ഏതെങ്കിലും സാറന്മാരോടോ സയന്റിസ്റ്റിനോടോ ചോദിക്കുകയും ചെയ്യാം. പുസ്തകം വായിക്കാറുണ്ട്, ഓൺലൈനിൽ സെർച്ച് ചെയ്യാറുണ്ട്. എല്ലാം നമുക്ക് ആദ്യം ജസ്റ്റ് വായിച്ചപാട് കണ്ടെടുത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ മേഖലയും സെർച്ച് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് ഫൈനലായിട്ട് ഒരു കൺക്ലൂഷൻ. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഹരിത വിദ്യാലയത്തില് പോയ അവിടെ എന്തോ ഗ്ലോബിനെ പറ്റി ചോദിക്കുമ്പോ ശ്രീദേവി ഇങ്ങനെ ഓർത്ത് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു അപൂർവമായ നിമിഷം. കാരണം എനിക്ക് കഴിഞ്ഞ ഓണം പരിപാടിയിൽ നാട്ടിൽ നിന്ന് ഒരു ക്വിസിന് ഫസ്റ്റ് കിട്ടിയിട്ട് ഒരു ഗ്ലോബ് കിട്ടി. ആ ഗ്ലോബ് ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ കറക്കി വെറുതെ നോക്കിക്കൊണ്ട്, അപ്പൊ പെട്ടെന്നൊരു ദിവസം ഇങ്ങനത്തെ ഒരു പരിപാടി വന്നപ്പോ ഈ പരിപാടിയില് ഇത്രയും വലിയൊരു ഉപകാരമാണെന്ന് വിചാരിച്ചാൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത. ഇപ്പോഴും എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ആ ഒരു പ്രായത്തിലേക്ക് മോൻ അതങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ അതൊരു വലിയ, ഞാനും JMUP സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക് അദ്ദേഹം തന്ന ഏറ്റവും വലിയ സന്ദേശം. നിങ്ങൾക്ക് താല്പര്യമില്ല എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ മാക്സിമം ചെയ്താൽ ഒന്നിനും പേടിക്കാതെ. നിങ്ങൾക്ക് അത് ഇപ്പൊ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഫലം കണ്ട് ഭാവിയിൽ അത് വലിയ ഉപകാരമായി. കൂട്ടുകാരുമായിട്ട് എങ്ങനെ കൂട്ടുകാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്? കൂട്ടുകാർ പെട്ടെന്ന് കണ്ടാലും അതങ്ങനെയാണ്. ഒരു സംശയം വരുമ്പോ ആദ്യം ആരുടെ അടുത്തേക്കാണ് ഓടിയെത്താറ്? ഞാൻ എന്റെ അച്ഛനും അമ്മയും അതിന് ടീച്ചേഴ്സ്. അതെ, അച്ഛനും അമ്മയും തന്നെ ടീച്ചേഴ്സ് ആണല്ലോ. ചേട്ടൻ എങ്ങനെയാണ് ഇതിലൊക്കെ? ഏട്ടന് ഭയങ്കര താല്പര്യം. സത്യം പറഞ്ഞാല് എന്റെ അമ്മ ചെറുപ്പത്തിൽ പറയുന്നതായിരുന്നു, നിന്റെ ഏട്ടൻ ചെറുപ്പത്തിൽ ജനിച്ചപാടെ അതെന്താ ഇതെന്താ ഇപ്പൊ എന്ത് കണ്ടാലും ഇങ്ങനെ സംശയങ്ങളാണ്. ഏട്ടൻ അങ്ങനെ ഭയങ്കര അത് തന്നെയാണ്. ഇപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോ ഏത് മേഖലയിലാണ് ഏറ്റവും ഇഷ്ടമുള്ള? ശാസ്ത്രത്തിൽ എനിക്കിപ്പോ ഫിസിക്സിലോടാണ് ഭയങ്കര താല്പര്യം. അതില് കൂടുതലായിട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി തുടങ്ങിയോ? ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ശാസ്ത്ര മേഖലയിൽ ഗണിത ശാസ്ത്രത്തിൽ എനിക്ക് ന്യൂമാത്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗണിതത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ജോഗ്രഫി ഇഷ്ടം. ഓക്കെ. അപ്പൊ ISROയിൽ പോയപ്പോ അവിടുന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്തായിരുന്നു? ഏറ്റവും അത്ഭുതം ഉണ്ടായത് തന്നെ നമ്മളെ മെയിൻ കാര്യം ശുഭാംശു സാറിനെ കണ്ടത്. കാരണം നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഇന്ത്യ എന്ന ഒരാൾ അമേരിക്കയിലേക്ക് സംസാരിക്കുന്നതിനെക്കാട്ടിയും വലുതല്ലേ. ഇപ്പൊ 450 കിലോമീറ്റർ മേലേക്കാണെങ്കിലും ബഹിരാകാശത്ത് വെച്ച് സംസാരിക്കും. അപ്പൊ അതിന് വലിയൊരു അത്ഭുതമായിരുന്നു.
ശാസ്ത്രം അത്ര കഠിനമൊന്നുമല്ല, അതൊരു കണ്ടെത്തലുകളുടെ യാത്രയാണ്. ശ്രീദേവിന്റെ ഈ യാത്ര ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്, ഭീമയുടെ സംശുദ്ധി.